കോയമ്പത്തൂരിൽ ചികിത്സയിലുള്ള തേനൂർ സ്വദേശിനി കാവ്യയ്ക്ക് 35 യൂണിറ്റ് O പോസിറ്റീവ് രക്തം വേണം. പക്ഷേ അത്രയ്ക്ക് പരിചയമില്ലാത്ത നാട്. വൃക്ക മാറ്റിവയ്ക്കൽ നടത്തിയില്ലെങ്കിൽ ജീവന് തന്നെ പ്രശ്നം. എന്ത് ചെയ്യും? ഒരു ഫോൺ കോളേ വേണ്ടി വന്നുള്ളൂ. നാട്ടിൽ നിന്ന് യുവാക്കൾ പറന്നെത്തി. കോവൈ മെഡിക്കലിൻ്റെ നിർദ്ദേശപ്രകാരം ഡേറ്റ് കിട്ടുകയും അവിടുത്തെ ആവശ്യപ്രകാരം 35ഓളം O പോസിറ്റീവ് യൂണിറ്റ് ബ്ലഡ് ആവശ്യം വേണ്ടി വന്നിരുന്നു. അതിൽ 28 യൂണിറ്റോളം എത്തിച്ചു കൊടുത്തു. ഇന്ന് തുടർ കോവൈ മെഡിക്കൽസിൻ്റെ ആവശ്യത്തിന് തേനൂർ കൂട്ടായ്മ എന്തിനും സജ്ജമാണ്. ടീം നവചൈതന്യയുടെ നേതൃത്വത്തിൽ മിനി ബസ് വാടകയ്ക്കെടുത്താണ് യുവാക്കൾ കോയമ്പത്തൂരിലെത്തിയത്. ഓട്ടോ തൊഴിലാളിയാണ് കാവ്യയുടെ അച്ഛൻ. അമ്മയുടെ വൃക്കയാണ് മകൾക്ക് പകുത്തു നൽകുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ VS ആണ് നമ്മുടെ കൂടെയുള്ളത്. ഗോകുൽ, ശരിക്കും ഒരു കൈയടി നൽകണമല്ലേ? സ്വന്തം നാട്ടുകാർക്ക് ഒരു ആവശ്യം വന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറന്നെത്തുകയാണ് ചെയ്തത്. പറയൂ. കുറച്ച് നല്ല മനുഷ്യരുണ്ടെങ്കിൽ ലോകത്ത് എവിടെയും നമുക്കൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ റിപ്പോർട്ട്. അതായത് കാവ്യയുടെ ഇരുവൃക്കകളും തകരാറിലായി വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലേക്ക് പോയി. കോയമ്പത്തൂർ പരിചയമില്ലാത്ത സ്ഥലമാണ്. ഒന്നും രണ്ടും ഒന്നുമല്ല, 35 യൂണിറ്റ് ബ്ലഡ് O പോസിറ്റീവ് രക്തമാണ് പെട്ടെന്ന് അവൈലബിൾ ആണെങ്കിൽ കൂടി 35 യൂണിറ്റ് രക്തം വേണമെന്ന് പറയുകയാണ്. പെട്ടെന്ന് എവിടെയെന്ന് ആ കുടുംബത്തിനറിയില്ല. കാരണം കോയമ്പത്തൂരാണ്, അവർക്ക് അവിടെ വലിയ പരിചയങ്ങളൊന്നുമില്ല. ഒറ്റ ഫോൺ കോൾ നാട്ടിലേക്ക് അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാരെ വിളിച്ചു. അവർ ഒരു വണ്ടി പിടിച്ച് നേരെ കോയമ്പത്തൂരിലേക്ക് വരികയാണ്. ടീം നവചൈതന്യ എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇവർ 35 പേർ ഇത്തരത്തിൽ 35 യൂണിറ്റ് ബ്ലഡ് ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി കോയമ്പത്തൂരിലേക്ക് എത്തിയത്. ഈ ഒരു കാര്യം, മനുഷ്യൻ്റെ ഏറ്റവും നല്ല നന്മ എന്ന് പറയുന്നത്, എവിടെയാണെങ്കിലും തൻ്റെ നാട്ടുകാർക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ട തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ആ ചെറുപ്പക്കാർക്ക് തോന്നിയതുകൊണ്ടാണ് അവർ സ്വന്തം ചെലവിൽ ബസ് വാടക കൊടുത്ത് തേനൂരിൽ നിന്ന് ഈ കോയമ്പത്തൂർ വരെ പോയത്. അപ്പോൾ അത്രയധികം നല്ല മനുഷ്യരുണ്ടെങ്കിൽ ഒരു അസുഖവും പ്രശ്നമല്ല. കാവ്യയുടെ ശസ്ത്രക്രിയ ഉടൻ തന്നെ നടക്കും. മറ്റു പരിശോധനകളും കാര്യങ്ങളൊക്കെ, പ്ലാസ്മ പരിശോധനയൊക്കെ നടന്നു വരികയാണ്. അധികം വൈകാതെ തന്നെ കാവ്യയുടെ ശസ്ത്രക്രിയ നടക്കും. ആ കുട്ടിക്ക് എന്തായാലും ഈ രോഗത്തെ അതിജീവിക്കും എന്നുള്ള ഉറപ്പാണ്. കാരണം തീർച്ചയായും അങ്ങനെ ഒരു പ്രാർത്ഥനയും കൂടി ഇതിനുള്ളിലുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് രോഗങ്ങളെല്ലാം മറികടന്ന് കാവ്യം തിരികെ എത്തട്ടെ. ആ 35 പേർക്കും വലിയൊരു കൈയടി നൽകാം. പലർക്കും മാതൃക കൂടിയാണ്. രക്തദാനം മഹാദാനം എന്നും കൂടിയാണ്. അങ്ങനെ മുന്നിലേക്ക് വരണം. ശരി ഗോകുൽ.